ഇനാമൽ നശിച്ചാൽ അത് പെർമനന്റ് ലോസ് ആണ്. ഒരിക്കൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തിരിച്ചു വരുന്ന ഒന്നല്ല ഇനാമൽ. രണ്ടാമത്തെ ലെയറായ ഡെന്റിന് എക്സ്പോസ് ആവുന്നതും വഴിയാണ് കൂടുതൽ മഞ്ഞ നിറമായി പല്ലുകൾ കാണപ്പെടുന്നത്. ഗം ഡിസീസ്, ബാഡ് ബ്രെത്ത്, എക്സസീവ് സ്റ്റെയിൻസ് എന്നിവയാണ് സാധാരണ കാണപ്പെടുന്നത്. അതെ, തീർച്ചയായും നശിക്കും. പുകവലി പല്ലിന്റെ പുറമേയുള്ള ഇനാമലിനെ ദുർബലമാക്കുകയും സിഗരറ്റിലെ ടാർ, നിക്കോട്ടിൻ തുടങ്ങിയ രാസവസ്തുക്കൾ പല്ലിന്റെ സംരക്ഷണ ശേഷിയെ കുറക്കുകയും ചെയ്യും. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല, പക്ഷെ പതുക്കെ പതുക്കെ ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. ഇനാമൽ എന്നാൽ നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള സംരക്ഷണ പാളിയാണ്. നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള വസ്തുക്കളിൽ ഒന്നുമാണ്. പക്ഷെ ഒരിക്കൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തിരിച്ചു വരുന്ന ഒന്നല്ല ഇനാമൽ. ഇല്ല, ഇനാമൽ നശിച്ചാൽ അത് പെർമനന്റ് ലോസ് ആണ്. നമുക്ക് ചെയ്യാവുന്നത് അതിന്റെ നാശം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതിനാണ്. അതിനായി ഏർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുകവലി വായിലെ ഉണക്കം വർദ്ധിപ്പിക്കും. സാധാരണയായി പല്ലുകളെ സംരക്ഷിക്കുന്ന നാച്ചുറൽ ഡിഫൻസ് ആണ് ഉമിനീർ. ഈ ഉമിനീർ കുറയാനും ആസിഡ് കുറെ നേരം പല്ലിൽ സ്പെൻഡ് ചെയ്യാനും കാരണമായി തീരും. ഇത് ഇനാമലിനെ ക്ഷയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എല്ലായ്പ്പോഴും അല്ല. പുകവലി കാരണം ആദ്യം നേർത്ത പാടുകൾ രൂപപ്പെടും. കൂടെ കൂടെ ഇനാമൽ തിന്നാവുകയും അതിന്റെ രണ്ടാമത്തെ ലെയറായ ഡെന്റിന് എക്സ്പോസ് ആവുന്നതും വഴിയാണ് കൂടുതൽ മഞ്ഞ നിറമായി പല്ലുകൾ കാണപ്പെടുന്നത്. ഇത് ഇനാമൽ ക്ഷയത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇനാമൽ തിന്നാവുകയും നെർവ് എൻഡിങ് എക്സ്പോസ് ആവുന്നതുമാണ് ഇതിന്റെ കാരണം. അതുവഴി സ്വീറ്റ്, ഹോട്ട്, കോൾഡ് എല്ലാം സെൻസിറ്റീവ് ആകുന്നു. ദീർഘകാല പുകവലി വഴി ക്യാവിറ്റീസ്, എക്സസീവ് സ്റ്റെയിൻസ്, പല്ലിന് പൊട്ടൽ, വിള്ളൽ, പെർമനന്റ് ടൂത്ത് ലോസ് വരെ സംഭവിക്കാം. കൂടാതെ ഗം ഡിസീസിനും വായിലെ ക്യാൻസറിന്റെ അപകട സാധ്യതയും വളരെ കൂടുതലാണ്. അത് വലിയ തെറ്റിദ്ധാരണയാണ്. ഇനാമൽ ലോസ് സ്ലോ ആൻഡ് സൈലന്റ് പ്രോസസ്സാണ്. വേദന വരുമ്പോഴേക്കും ഡാമേജ് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിയിരിക്കും. പുക വലിക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരം. ഇനി പുക വലിക്കുന്നവരാവട്ടെ വലിക്കാത്തവരാവട്ടെ നമ്മൾ 2 നേരം എന്തായാലും ബ്രഷ് ചെയ്യുക, പ്രൊഫഷണൽ ക്ലീനിങ്ങിനായിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുക, റെഗുലർ ഡെന്റൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക, ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷ് ഉപയോഗിക്കുക, ഓരോ ഭക്ഷണത്തിന് ശേഷവും ഫ്ലോസ് ഉപയോഗിക്കാനും ശ്രമിക്കുക. പ്രൊഫഷണൽ ക്ലീനിങ് വഴി പോയ ഇനാമൽ തിരികെ വരില്ല, പക്ഷേ സ്റ്റെയിൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഏർലി സ്റ്റേജിൽ തന്നെ ക്യാവിറ്റീസ് ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് സഹായകമാകും. മാത്രമല്ല ഇനാമലിന്റെ ക്ഷയം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ക്ലീനിങ് വഴി നമുക്ക് സാധിക്കും. പുകവലി ചെയ്യുന്നവരിൽ ഇനാമൽ ഇറോഷൻ, ഗം ഡിസീസ്, ബാഡ് ബ്രെത്ത്, എക്സസീവ് സ്റ്റെയിൻസ് എന്നിവയാണ് സാധാരണ കാണപ്പെടുന്നത്. പലരും ലേറ്റ് സ്റ്റേജിലാണ് ഞങ്ങളെ സമീപിക്കാറുള്ളത്.